वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। പാണ്ഡു ഭരണഭാരം ഏറ്റെടുത്തതോടുകൂടി ഔദ്യോഗികമായി ഭരണകർത്താവല്ലെങ്കിലും ധൃതരാഷ്ട്രരുടെ ബുദ്ധിവൈഭവം പാണ്ഡുവിന് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭരണത്തിൽ എപ്പോഴും അഭിപ്രായം ചോദിച്ച് സുപരിക്ഷിതമായ അഭിപ്രായം കേട്ട് അതനുസരിച്ച് രാജ്യത്തിൻ്റെ എല്ലാ അംഗങ്ങളെയും പരിപൂർണമായ പ്രവർത്തനത്തിന് വിധേയമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ഉറപ്പിച്ചതുകൊണ്ട് തനിക്ക് രാജ്യാവകാശമില്ലെങ്കിലും വളരെ ചെറുപ്പത്തിലേ തന്നെ രാജ്യം ഭരിച്ചു പോന്നിരുന്ന ആളാണ് ധൃതരാഷ്ട്രർ. പിന്നീടുള്ള 13 വർഷം, പാണ്ഡു മരിച്ച് കഴിഞ്ഞിട്ടുള്ള 13 വർഷം, പാണ്ഡവന്മാർ കാനനവാസത്തിനും ചൂതുകളിയിൽ തോറ്റ് കാനനവാസത്തിനും അജ്ഞാതവാസത്തിനും പോയ 13 വർഷം നിഷ്കണ്ടകമായ, എതിരില്ലാത്ത, ആരോടും ചോദിക്കേണ്ടതില്ലാത്ത, തൻ്റെ ആജ്ഞ മാത്രം നടപ്പാക്കിക്കൊണ്ടുള്ള ഈ അധാർമികത പ്രത്യേകാൽ കാണിച്ചിട്ടില്ലെങ്കിലും ജനങ്ങളോട് അധാർമികത പ്രത്യേകമായി കാണിച്ചിട്ടില്ലെങ്കിലും, ജനങ്ങളുടെ സ്വത്ത് കവർന്നെടുത്തിട്ടില്ലെങ്കിലും, ജനങ്ങളുടെ സമൃദ്ധിയിൽ താല്പര്യത്തോടുകൂടി രാജ്യം ഭരിച്ചു പോന്ന ആളാണ് ധൃതരാഷ്ട്രർ. അത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ അധികാരം, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം, അദ്ദേഹത്തിൻ്റെ ആജ്ഞ, അദ്ദേഹത്തിൻ്റെ രാജകീയമായ നിർദ്ദേശം ആരും ചോദ്യം ചെയ്തിട്ടേയില്ല. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടാതെ ഇതുവരെ രാജ്യമനുഭവിക്കുകയും രാജാവെന്ന പദവിയിൽ ഇരിക്കുകയും അതിന് ഏതെങ്കിലും സമയത്ത് ഇപ്രകാരം ഒരു കോട്ടം ഉണ്ടാകുമെന്ന് സങ്കല്പിക്കാതിരിക്കുകയും ചെയ്ത ആളാണ് ധൃതരാഷ്ട്രം. എല്ലാം അദ്ദേഹത്തിൻ്റെ വരുതിക്കായിരുന്നു. ചിലയിടത്തൊക്കെ വരുമ്പോൾ ദുര്യോധനനാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന് തൽക്കാലത്തെ സന്ദർഭത്തിൻ്റെ സവിശേഷത കൊണ്ട് വായിച്ചു പോകുന്ന ആളുകൾക്ക് തോന്നും. പക്ഷേ വായന കുറച്ചുകൂടി പ്രഗാഢമാകുമ്പോൾ ഇല്ല, ഇവിടെയൊക്കെയും ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആദരിച്ചുകൊണ്ടാണ് ദുര്യോധനൻ, ശകുനി, കർണൻ, ദുശാസനൻ തുടങ്ങിയിട്ടുള്ള, പിന്നെ മറ്റ് സഹോദരന്മാരും തുടങ്ങിയിട്ടുള്ള ഈ ഭരണത്തെ നിലനിർത്തുന്ന അവിടുത്തെ ഉപജാപക വൃന്ദം പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് ബോധ്യമാകും. പക്ഷേ ഇദ്ദേഹം ഇതിൽ നിന്നെല്ലാം വളരെ വിദൂരത്തിൽ വർത്തിക്കുന്നതായും ഭാവിച്ചിരുന്നു. അങ്ങനെ ഒരു സൂത്രം കൂടി, അതൊരു സൂത്രമായിരുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ മകൻ കൊള്ളരുതാത്തവനാണ്, ധർമ്മപുത്രരോട് പറഞ്ഞിട്ടുണ്ട്. അവനോട് പറഞ്ഞാൽ കേൾക്കുമോ നിനക്കറിയാം, അവനോട് പറഞ്ഞാൽ കേൾക്കില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, അവൻ്റെ അമ്മ ഗാന്ധാരി പറഞ്ഞാൽ കേൾക്കില്ല, മന്ത്രിമാർ പറഞ്ഞാൽ കേൾക്കില്ല, ജനപ്രതിനിധികൾ പറഞ്ഞാൽ കേൾക്കില്ല, ജ്ഞാനികൾ പറഞ്ഞാൽ കേൾക്കില്ല, മഹർഷിമാർ പറഞ്ഞാൽ കേൾക്കില്ല. പിന്നെ ആര് പറഞ്ഞ് കേൾപ്പിക്കും? പക്ഷെ നീ അങ്ങനെയല്ല, നീ പാണ്ഡുവിൻ്റെ മകനാണ്. അവൻ്റെ ധർമ്മബോധം നിനക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. നിനക്ക് തപസ്സിൽ താല്പര്യവുമാണ്, അതൊരു വാസനയുമാണ്, അത് നൈസർഗികമാണ്, അത് ജന്മസിദ്ധമാണ്. അതുകൊണ്ട് നീ തപസ് ചെയ്ത് കാട്ടിലെങ്ങാനും കഴിഞ്ഞുകൂടിയാൽ ശല്യമില്ലാതെ ഈ രാജ്യഭരണം മുന്നോട്ട് പോകും. അതാണ് യുദ്ധം ഒഴിവാക്കാൻ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശത്തിൻ്റെ പോക്കും രീതിയും. ഒരു ക്രൂക്കഡ് വേ ആണ്, പരിപൂർണമായും വക്രഗതിക്കാരനാണ്. അതിപ്പോ ദുര്യോധനനെ പോലൊരു മകൻ ഇല്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം പൂർണ്ണമായി ധാർമ്മികനാണെന്ന് നമുക്ക് പറയാൻ പാടില്ല. ഇല്ല, അത് അദ്ദേഹം ആയിരിക്കുമെന്ന് പറയാൻ പാടില്ല. ധർമ്മം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിവുണ്ട് എന്നുള്ളതല്ലാതെ ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയില്ല. അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലെ ഒരു ദൗർബല്യമാണ്. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ അസാധ്യമായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് അവരോട് പറഞ്ഞിട്ട് ആവശ്യമില്ല. അങ്ങനത്തെ ഒരാൾ ലോകത്തിനും ജനങ്ങൾക്കും രാജ്യത്തിനും വിപത്കാരിയായി വളർന്ന് വികസിച്ചു വരുമ്പോൾ അയാൾക്ക് ധാരാളം അനുയായികളും ഉണ്ടാകുമ്പോഴാണ് രാജാക്കന്മാർ അവനെ നിഹനിക്കാനൊരുങ്ങുന്നത്. അതാണ് അതിലെ ധർമ്മം.
അല്ലാതെ അവിടെ ഹിംസയെ അനുകൂലിക്കുന്നത് കൊണ്ടോ രാജാവ് ഹിംസാലുവായതുകൊണ്ടോ അല്ല അവിടെ അയാളെ നിഹനിക്കുന്നത്. എല്ലാ നിഹനന കർമ്മങ്ങളും എല്ലാ കൊലകളും ഹിംസയാവില്ല. അങ്ങനെ വന്ന ധൃതരാഷ്ട്രർ ഇവിടെ ആരുടെയും പ്രേരണയില്ലാതെ ഇതെല്ലാം അനുഭവിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ ഈ ലൗകിക സുഖത്തിൻ്റെ അതിർത്തികൾ എവിടെയാണ്, എവിടെ വരെ താൻ ഈ ഭൗതിക സുഖ ജീവിതത്തിൽ മുഴുകിയിട്ടുണ്ട്. സാർ, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ധൃതരാഷ്ട്രനായിരുന്നല്ലോ രാജാവ്, സിംഹാസനത്തിൽ കയറി പിന്നീട് ഇറങ്ങിയിട്ടേ ഇല്ല. യുദ്ധം കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു മാറ്റം ഉണ്ടായത്. എന്നിട്ട് 15 വർഷം അവിടെ ഇതൊന്നും അനുഭവിക്കാതെ, അധികാരമൊന്നും അനുഭവിക്കാതെ ഇവരുടെ ദാക്ഷിണ്യത്തിൽ ജീവിച്ചു എന്ന് പറയുന്നത് ഒരു അതിശയമല്ലേ? അതിശയമൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ പ്രകൃതം അതാണ്. ഇപ്പം ആന വലിയൊരു തടിയെടുത്ത് തൂക്കിക്കൊണ്ട് പോകുന്നു, കുറേ ഉറുമ്പുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉറുമ്പുകൾക്ക് അതിൽ അതിശയം തോന്നാമെന്നുള്ളതല്ലാതെ ആന വേറെ ഒരു ആന നോക്കിയെന്നാൽ അതിൻ്റെ അതിശയം വലുതുണ്ടോ? വേറൊരു ആന ഇത് നോക്കി അവനും തടി പിടിക്കാൻ നിൽക്കുകയാണ്. മറ്റവൻ ആദ്യം പിടിച്ചുകൊണ്ട് പോകുന്നു, അടുത്തത് ഇവൻ്റെ ഊഴമാണ്. അവനതിനകത്ത് അത്ഭുതം തോന്നുന്നില്ല, ഉറുമ്പുകൾക്ക് അത്ഭുതം തോന്നും. ഇത് ഇദ്ദേഹത്തിൻ്റെ പ്രകൃതമനുസരിച്ച് ഇദ്ദേഹം പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇവരെ, പ്രത്യേകിച്ച് ധർമ്മപുത്രരെ, രാജ്യത്തിൻ്റെ യഥാർത്ഥ ഭരണാധിപൻ, ഇവരെയെല്ലാം സഹോദരന്മാരെയെല്ലാം നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ട് ധാർമ്മികമായി രാജഭരണം, രാജധർമ്മം അനുസരിച്ച് നടത്തിക്കൊണ്ടു പോകുന്ന ധർമ്മപുത്രർക്ക് ഇദ്ദേഹത്തോട് വലിയ ആദരവും ഭക്തിയും സമാദരവുമാണ്. പിന്നെ സ്നേഹവും അതനുഭവിച്ച് ജീവിച്ചു. പിന്നെ അതിൻ്റെ കാരുണ്യവുമുണ്ട്. കാരണം ഇത്രയും മക്കളെ ഞങ്ങൾ കൊന്നുകളഞ്ഞല്ലോ എന്നുള്ള കാരുണ്യമുണ്ട്, യുദ്ധത്തിൽ തോറ്റുപോയല്ലോ എന്നുള്ള കാരുണ്യമുണ്ട്. അങ്ങനെ പലതരം തെറ്റുകൾ തന്നിലുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ ധർമ്മപുത്രർ. ഭീമൻ തെറ്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നില്ല. ഇതാണ് ഇവരിൽ നിന്നുള്ള വ്യത്യാസം. എന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും ചെയ്തില്ല. അച്ഛന് അവകാശമുള്ള രാജ്യമാണ്, അത് മക്കൾക്ക് കിട്ടണം, ധർമ്മപുത്രർക്ക് കിട്ടണം. അത് കൊടുക്കാതെ വന്നു, യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ അവർ മരിച്ചുപോയി, ഇവർ മരിച്ചു പോകാവുന്നതല്ലേ? ഇവരാണ് മരിച്ചു വരുന്നെങ്കിൽ സൗജന്യം വലുത് അവർ കാണിക്കില്ല. ഇപ്പോൾ കുന്തി അവശേഷിച്ചു എന്നിരിക്കട്ടെ, പാണ്ഡവരെല്ലാം മരിക്കുകയും ഈ 7 അക്ഷൗണിപ്പടയും മരിച്ചു. കുന്തിയാണ് അവശേഷിച്ചത്. പാഞ്ചാലിയും അവശേഷിച്ചു, ഉത്തരയും അവശേഷിച്ചു, ആൻസറും അവശേഷിച്ചു, ക്വസ്റ്റ്യനും അവശേഷിച്ചു. എന്ത് ചെയ്യും? കാരാഗ്രഹത്തിലായിരിക്കും പൊറുതി. ആദ്യം ദുര്യോധനൻ പറയുന്നത് അവളെ പിടിച്ച് കാരാഗ്രഹത്തിൽ വയ്ക്കുന്നതായിരിക്കും. പാഞ്ചാലിയെ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാന്ന് കേട്ടോ കാരാഗ്രഹം. അങ്ങനെ ഒരു സൗജന്യം ചിലപ്പോൾ കാണിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ കാരാഗ്രഹം പോലെ ഹൗസ് അറസ്റ്റ്, ഒരു വീട്ടിനകത്ത് താമസിപ്പിച്ചു, ഇടയ്ക്ക് സുഖം ആണോ എന്നുള്ളത് അന്വേഷിക്കാൻ പോവുക. വരാം. ഇവിടെ കർണ താൻ വരുന്നുണ്ടോ? നമ്മുടെ ആണോ? അപ്പോൾ അദ്ദേഹം ചെന്നവിടെ വരാന്ത ചെന്ന് പുറത്തങ്ങനെ ഇരിക്കും. ഉത്തരയും അതുപോലെ തന്നെ. സാധാരണ ജയിലിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൊട്ടാരക്കെട്ടിൽ ഏതെങ്കിലും ഒരു കൊട്ടാരം അതിനു വേണ്ടി മാറ്റിയിട്ട് അവിടെ ഇരുത്തും. നമ്മുടെ വലിയ തമ്പുരാൻ ഹരിപ്പാട്ട്, കേരളവർമ്മ വലിയ തമ്പുരാൻ അങ്ങോട്ട് മാറ്റി താമസിച്ചപ്പോൾ മാറ്റി താമസിച്ച എല്ലാ സൗകര്യങ്ങളുണ്ട്. പക്ഷെ അവിടെ നിന്ന് പുറത്തിറങ്ങാനൊക്കെ ഇല്ലേ? അപ്പോൾ ഇത് പറയുന്ന കേട്ടാൽ ഇദ്ദേഹം പോയേ കഴിയുന്നില്ല എന്നാണ് അതിൻ്റെ വായിക്കുന്നവർ മനസ്സിലാക്കേണ്ടത്. ആദിത്യവർമ്മ ഈ വീണ വിദ്വാൻ്റെ, വീണ വിദ്വാൻ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥം വരും. മറ്റേ വീണ വായിക്കുന്ന, ഈ മുകളിൽ നിന്ന് യക്ഷി എടുത്തുകൊണ്ട് പോയ വിദ്വാൻ, താഴത്തെ വീണ ഈ സന്ദേശം കൊടുത്തയക്കുന്ന ആൾ. അദ്ദേഹത്തിന് ഈ ഇളയ രാജാവ് കടുത്തിരുത്തി വരെ ചെന്നേ കഴിയൂ എന്ന് നിർബന്ധമില്ലാത്ത വഴിക്കെവിടെയെങ്കിലും അദ്ദേഹം താമസമാക്കി കളയും എന്ന് തോന്നത്തക്ക വിധത്തിലാണ് അദ്ദേഹം വർണ്ണിച്ചുവിടുന്നത്. ഇങ്ങനെ ഒരു വീട് തന്നെ ഒരു ഗൃഹം കാരാഗൃഹമാക്കി അതിനകത്ത് ഇരുത്താനും മതി. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തി ഇല്ലാതെ വരും. എന്തുകൊണ്ടാണ് കാരണം കാണിക്കാത്തത്? കുന്തി എന്ത് തെറ്റ് ചെയ്തു? ഒരു തെറ്റും ചെയ്തില്ല. പാഞ്ചാലി എന്ത് തെറ്റ് ചെയ്തു? ആകെ വെള്ളത്തെ വീണപ്പോൾ ഇത് മയം ഉണ്ടാക്കി കൊടുത്ത ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ വാതിൽക്ക് കൂടി നടന്നപ്പോൾ വെള്ളം കിടക്കുന്നത് പോലെ തോന്നി. ഈ 100 പേര് മുണ്ട് ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രത്യേക തരത്തിൽ പണിഞ്ഞിട്ടുള്ള വീടാണ്, അതുകൊണ്ട് നിങ്ങളത് മുമ്പിൽ കയറി നടക്കരുത്. ഞാൻ കാണിക്കുന്ന പോലെ
അങ്ങനെയാണ് ഇദ്ദേഹം ഇത് വസ്ത്രം കുറച്ച് ഉയർത്തിയിട്ട് പതുക്കെ ഇങ്ങനെ കാല് വെച്ച് നോക്കിയത് വെള്ളമാണോ. അപ്പോഴാണ് പാഞ്ചാലിയും പാഞ്ചാലിയുടെ തോഴിയും അതിൻ്റെ അപ്പുറത്ത് ഭീമനും കൂടി നിൽക്കുന്നു. അപ്പോഴാണ് വെള്ളമില്ലാത്തത് വെള്ളമുള്ളതുപോലെ നീന്താനിരമ്പിട്ടത്. അപ്പോൾ ഒരു ചിരി കേട്ടു. അപ്പോൾ നമുക്ക് പാഞ്ചാലി ചിരിക്കുക. അതങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അതങ്ങ് സഹിച്ചു. അത് കഴിഞ്ഞ് ചെന്നപ്പോഴും ഇങ്ങനെ വെള്ളം കിടക്കുകയാണ്. അത് ശരിക്കും വെള്ളമായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് കിടത്തിന് വെള്ളത്തിലേക്ക് വീണു. ശരിക്കും വെള്ളം കുടിച്ചു. അപ്പോൾ ചേട്ടൻ ചെയ്യുന്നത് പോലെ ചെയ്യാവൂ എന്ന് നേരത്തെ ഇവർക്ക് മന്യന്മാരൊക്കെ വിഡ്ഢികളാണെന്നുള്ള ധാരണ ഇദ്ദേഹത്തിന് പ്രത്യേകം ഉള്ളതുകൊണ്ട് അപ്പോൾ ബാക്കി ഈ ആദ്യത്തെ താറാവ് വെള്ളത്തിലേക്ക് ഇറങ്ങിയതിന് പുറകെ പോകുന്നത് താറാക്കളെല്ലാം കൂടി വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങും. അങ്ങനെ ഈ അനുശന്മാരെല്ലാവരും കൂടി വെള്ളത്തിലേക്ക് വീണു. അപ്പോഴാണ് സഹിക്കവയ്യാത്ത ചിരി ഉണ്ടായത്. അതുകൊണ്ടാണ് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന് ഒരുങ്ങിയത് എന്നൊക്കെ ചില നിരൂപണങ്ങളിൽ കാണാം. അതിലൊന്നും യാതൊരു കഥയുമില്ല. പാഞ്ചാലി തുടങ്ങിയിട്ടുള്ള അന്തഃപുര സ്ത്രീകൾ, രാജകുമാരിമാർ അല്ലെങ്കിൽ രാജപത്നിമാർ വരെ ഇവരെന്ത് ചെയ്യും? പിന്നെ അവരുടെ ബന്ധുക്കൾ, പിന്നെ യാദവന്മാർ, പിന്നെ സാത്യകി, മറ്റേ ഉദ്ധവര്, ദാരുകൻ, കൃഷ്ണന്റെ ബന്ധുക്കൾ, ശൂരസേനൻ, വസുദേവര്, അദ്ദേഹത്തെ പണ്ട് ആ കാരാഗ്രഹത്തിൽ ഇട്ടിരുന്നതാണ്. ഇവരുടെയൊക്കെ സ്ഥിതിയും കൂടി നാം ഇതിന് സമാന്തരമായിട്ട് ചിന്തിച്ചു നോക്കണം. ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ. ഇദ്ദേഹത്തെ വലിയ ആളായിട്ട് തന്നെ അവിടെ അവരോധിച്ചിരുത്തിയിട്ടാണ് ഇദ്ദേഹം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സുഖസൗകര്യങ്ങൾക്ക് പ്രത്യേകം ആളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭീമനോട് ഇദ്ദേഹം താമസിക്കുന്ന കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് പോലും ചെല്ലരുത് എന്ന് കൽപ്പനയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അങ്ങനെ കൽപ്പന ഉള്ളതുകൊണ്ട് അദ്ദേഹം ആ മുറ്റത്തുനിന്ന് മാറിയിട്ടുമില്ല. ഭീമൻ കുറച്ച് മാറി നിൽക്കും. ദൂരെ മാറിയെന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെ നിന്നിട്ട് അങ്ങോട്ടെങ്ങാനും ഇദ്ദേഹം നോക്കാൻ ഭാവിക്കുകയോ ആരെങ്കിലും പറഞ്ഞിട്ട് മുഖം തിരിക്കുകയോ കണ്ണു കാണാൻ പാടില്ലെങ്കിലും തിരിക്കുകയാണെങ്കിൽ ഇവർ കാണത്ത വിധത്തിൽ ഈ കൈ ഇങ്ങനെ നിന്നിട്ട് കാണിച്ചു കൊടുക്കും ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകന്മാർ. എന്നിട്ട് ഭീമൻ പോയി കഴിയുമ്പോൾ പറയും, ഇങ്ങനെ ഭീമൻ കൈ നീട്ടി കാണിച്ചു കേട്ടോ, അവർക്കും ഉണ്ടായിരുന്നാൽ മതി, അതവർ മിണ്ടും. കാരണം ഇത് കളവിനെ നല്ലപോലെ നോവട്ടെ എന്ന് കരുതിയിട്ട് എന്ന് ഇങ്ങനെയുള്ള പലതിലൂടെയുമാണ് അദ്ദേഹം. ധർമ്മപുത്ര അത്രമാത്രം ആദരവോടുകൂടി ശുശ്രൂഷിച്ചത് കാണാൻ ഉള്ളത് വസ്തുതയാണത്. അത് വസ്തുത തന്നെയാണ്. അത് നമുക്ക് ശരിക്കും അനുഭവിക്കുകയും ചെയ്തു. പിന്നീടാണ് അദ്ദേഹം സ്വയം ഇതിനകത്തെല്ലാം വിരക്തി നേടുന്നത്. ഇപ്പോൾ ഈ ഭൂഗർഭ അറയുണ്ട് ഹിറ്റ്ലറുടെ. 1945 ഏപ്രിൽ 28 അദ്ദേഹത്തിന് മനസ്സിലായി റഷ്യൻ സൈന്യം അടിച്ചു കയറും. വിവരങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തു രഹസ്യ പോലീസ്. പിന്നെ ആ അറയിലേക്ക് മാറുകയാണ്. 1945 ഏപ്രിൽ 29 വൈകുന്നേരം ഈവാ ബ്രൗണിനെ വിവാഹം കഴിച്ചു. അപ്പോൾ അവർ പറഞ്ഞിരുന്നു, ഒരു ഈ നമ്മുടെ ജർമ്മൻ രീതിക്ക് ആത്മഹത്യ ചെയ്യുന്ന ആ ദിവസം തന്നെ, അതിന്റെ തലേ ദിവസം, അത് കഴിഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. തലേ ദിവസമാണ് ഈ വിവാഹം. അപ്പോൾ അവർക്ക് ഒരു എക്കാലത്തും അവർ പറഞ്ഞു പോകുന്നിരുന്ന ഒരു ആഗ്രഹം, ഒരു വെപ്പാട്ടിയായി മരിക്കാൻ ഇടവരരുത് എന്ന് ഈവ ഇദ്ദേഹത്തിനോട് പറയുമായിരുന്നു. ഈ തിരക്കില് മരിക്കുന്നതിന് മുമ്പ് ചെയ്തിരിക്കണം. അപ്പോൾ അത് എന്നല്ല പറഞ്ഞത്, അത് എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ ചെയ്യണം. പക്ഷെ ഇദ്ദേഹത്തിന് അതിന് മാത്രമാണ് സൗകര്യം കിട്ടാതെ ഇരുന്നിട്ടുള്ളത്. പട്ടിയെ വിളിച്ച് ഓമനിക്കാൻ വരെ അദ്ദേഹത്തിൻ്റെ വളർത്തുപട്ടി, അതിനെ വിളിച്ച് ഓമനിക്കാൻ വരെ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നു. പക്ഷെ ഇതിങ്ങനെ മാറ്റിവെച്ച് ഈ ഏപ്രിൽ 29 അദ്ദേഹം തീരുമാനിച്ചു, ഇന്ന് ഈ സംഗതി നടത്തിക്കളയാം എന്ന് തീരുമാനിച്ചാണ് അദ്ദേഹം ഈവാ ബ്രൗണിനെ വിളിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നടത്തുമ്പോൾ അത് ആര്യ രീതിക്കുള്ള ഒരു വിവാഹമായിരുന്നു. കാരണം ആര്യന്മാരാണല്ലോ. അപ്പം അതിൽ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. നിന്റെ ബന്ധത്തിൽപ്പെട്ട ചില ജൂതന്മാരെയൊന്നും ആ വിവരം അറിയിക്കാൻ പാടില്ല. അവർ വന്നാൽ ഞാൻ അപ്പം കാച്ചുവരെ ജൂതന്മാർ ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. അപ്പോൾ അതൊക്കെ സമ്മതിച്ചാണ് ഇതിങ്ങനെ നീണ്ടു പോകുന്നത്. പക്ഷെ ഇത്തരം ഒരു സന്ദർഭത്തിലായിരിക്കും ഇത് നടത്തേണ്ടി വരിക എന്നുള്ളത് ഹിറ്റ്ലറിന് പോലും അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അന്ന് രാത്രിയിൽ ഇത് നടത്തുകയും ചെറിയ ഒരു ചായ സൽക്കാരം,
ആ ചായ സൽക്കാരത്തിൻ്റെ ചുമതല ഗീബൽസിനായിരുന്നു. കള്ളം പറയുന്ന അതെ അതെ, പുള്ളിക്കായിരുന്നു അതിൻ്റെ. അപ്പോൾ ആ ചായ സൽക്കാരം കഴിഞ്ഞ ഉടനെ ഗോറിങ് തുടങ്ങിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഈ സർവ്വസൈന്യാധിപനുമൊക്കെ അതിനകത്ത് പങ്കെടുത്തിരുന്നു. ഉടനെ ഗീബൽസിനോട് പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുകയില്ല എന്നുള്ള കാര്യത്തിൽ തനിക്കുള്ള ഉറപ്പ് തന്നെ എനിക്കുമുണ്ട്. ഗീബൽസിനോട് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ട് മാറി നിൽക്കും, ഞാൻ തന്നെ ചാൻസലറാക്കാൻ പോവുകയാണ് ജർമ്മനിയുടെ. ഏതെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ട് നിൽക്കുമെങ്കിൽ താൻ ചാൻസലറായിരിക്കും. എന്നെ പിടിച്ചാൽ അവർ കൊണ്ടുപോയി പലതരത്തിൽ എന്നെ അപമാനിക്കും. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ അസാധാരണമായ ഞൊണ്ടാണ് അദ്ദേഹത്തിന്, ഈ ഗീബൽസിനെ. അപ്പോൾ 1.5 കാലേ ഉള്ളൂ, ജന്മനാ ഉള്ളതാണ്, അല്ലാണ്ട് അദ്ദേഹം ഉത്സാഹിച്ച് നേടിയെടുത്തതല്ലത്. അപ്പോൾ അങ്ങനെ ഞൊണ്ടി 3-4 ഞൊണ്ടോടുകൂടി ഇദ്ദേഹം വന്ന് നിന്നപ്പോൾ കൈ കൊടുത്തിട്ട് അദ്ദേഹം ഓത്ത് ചൊല്ലിക്കൊടുത്തു. ഓത്ത് ചൊല്ലിക്കൊടുത്ത് ഇദ്ദേഹത്തെ ചാൻസലറാക്കി. ഇതാണ് ആ സമയത്ത് ഇദ്ദേഹം ചെയ്ത ഒരു സത്കർമ്മമായിട്ട് ചരിത്രകാരന്മാർക്ക് തന്നെ തോന്നിയിട്ടുള്ളത്. പിറ്റേ ദിവസം മനസ്സിലായി ഇവർ കയറാൻ പോവുകയാണ്. ഏപ്രിൽ 30, 3:15, ഉച്ചതിരിഞ്ഞ് 3:15 പട്ടിക്ക് വിഷം കുത്തിവെച്ചു. അൽസേഷനാണ്, അവരുടെ നാട്ടിലെ പട്ടിയാണല്ലോ അത്. അൽസേഷൻ നായ. അവനെ വിളിച്ച് തലോടി വലിയ സന്തോഷത്തോടും വലിയ ഭക്തിയോടും കൂടി അവൻ ഇദ്ദേഹത്തിൻ്റെ കാലിലുമൊക്കെ നക്കി ചാടി മേത്തൊക്കെ കയറി. അപ്പോൾ ഈ സെറിഞ്ച് കയ്യിലിരിക്കുകയാണ് വിഷവുമായിട്ടുള്ള. ഈ പട്ടിയുടെ പ്രകടനം കണ്ടപ്പോൾ കൈയൊന്ന് വിറച്ചു. കാരണം ഇത് പട്ടിയുടെ സ്നേഹം എന്ന് വെച്ചാൽ സഹിക്കാൻ വയ്യാത്ത സ്നേഹമായിരിക്കുമല്ലോ. കണ്ണടച്ച് പിടിച്ചിട്ട് ഈ സിറിഞ്ചങ്ങ് വെച്ച് വിഷം കുത്തിക്കയറി. പട്ടി വീണ് 3-4 പടഞ്ഞ് ഇദ്ദേഹത്തിലേക്ക് മുഖം തിരിച്ചു വെച്ചുകൊണ്ട് അവൻ ചത്തു. ഇവർക്ക് വിഷം കൊടുത്തിരുന്നതിന് മുമ്പ് തന്നെ ഈവ ബ്രോഡിന്. പിന്നെ പുറത്തു നിൽക്കുന്നവർ കേൾക്കുന്നത് ഈ ഭൂഗർഭറയിൽ ഒരു വെടിയൊച്ചയാണ്. റിവോൾവർ, സ്വന്തം റിവോൾവർ കൊണ്ട് അദ്ദേഹം വെടിവെച്ചതാണ്. അത് 1945 ഏപ്രിൽ 30. ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് 30 ആയതുകൊണ്ട്. അതോടുകൂടി ഏപ്രിൽ തീർന്നു. 1000 വർഷം നീണ്ടു നിൽക്കുന്ന സമർത്ഥമായ സാമ്രാജ്യമാണ്. ഇദ്ദേഹം ചാൻസലറായി ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ ജർമ്മനിയിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലുള്ള മുഴുവൻ ആര്യവർഗത്തിനും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. 1000 വർഷം നീണ്ടു നിൽക്കുന്ന സമൃദ്ധമായ ആര്യ സാമ്രാജ്യം, അതാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. ആ വാഗ്ദാനം ചെയ്തതിൻ്റെ 11ാം വർഷത്തിലാണ് ഈ ഭൂഗർഭറയിൽ സ്വന്തം റിവോൾവർ കൊണ്ട് വെടിവെച്ച് അദ്ദേഹം മരിക്കുന്നു. ഈ സമയത്ത് ഇത് ഫ്യൂറർ ആണല്ലോ അദ്ദേഹം, നേതാവ്, ജനങ്ങളുടെ നേതാവ്, ലീഡർ. ദൂച്ചെ മുസോലിനി ഓടി രക്ഷപ്പെട്ട് തൻ്റെ ഗ്രാമത്തിലെ നദീതീരത്തുള്ള ഒരു കർഷക വസതിയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. യുദ്ധത്തിൽ തോറ്റ്. അവിടെയുണ്ട് ഇതുപോലെ തന്നെ ഒരു വെപ്പാട്ടി. അവളുടെ പേര് ക്ലാര പെറ്റാച്ചിയോ എന്നാണ്. പെറ്റാത്തിയോ എന്ന് ആണ് ശരിയായ ഉച്ചാരണം. ക്ലാര എന്ന അവളുടെ പേര്. ഒരു യുവാവിൻ്റെ കാമുകയായിരുന്നു അവൾ. ആ യുവാവിനെ വെടിവെച്ച് കൊന്നിട്ട് ഇദ്ദേഹം അവളെ ബലാത്കാരമായി കൊണ്ടുവരികയായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തോട് സ്നേഹമായി അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൂടെ താമസിച്ചു പോരുകയാണ്. വിവാഹം കഴിച്ചിട്ടില്ല. അവൾക്കും ഈ ആഗ്രഹം ഉണ്ടായിരുന്നു, വിവാഹിതയാവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നതുകൊണ്ടും ഇദ്ദേഹത്തിന് ഏകാധിപതി ആയതുകൊണ്ടും എന്തും ചെയ്യാൻ കഴിവുള്ളവനായ ആയതുകൊണ്ടും വലിയ സൈനിക അഭ്യാസങ്ങളും മുറകളും ഒക്കെ അറിയാവുന്ന ആളായതുകൊണ്ടും ഇദ്ദേഹം കേൾക്കൊന്നും പറയില്ലെങ്കിലും ഇങ്ങനെ പറയാൻ സാധ്യതയുള്ളത് ക്ലാരയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ അത് അദ്ദേഹം കൂട്ടാക്കിയില്ല. ഇദ്ദേഹം ഈ കർഷക ഭവനത്തിൻ്റെ വരാന്തയിൽ
ആലോചന മഗ്നൻ അല്ലെങ്കിൽ ആലോചന നഗ്നൻ. മുഖത്തൊക്കെ അറിയാം ആലോചിക്കുകയാണെന്ന്, എന്താ ചെയ്യേണ്ടതെന്ന്. ആലോചന മഗ്നനായി വളരെ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സൈന്യം വന്ന് കയറുന്നത്. അപ്പോൾ ഇവരകത്തൊരു കട്ടിലിൽ കിടക്കുകയാണ് ഈ ക്ലാര പെറ്റാച്ചിയോ. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വന്നിരിക്കുക, ഉത്തരവുണ്ട് എൻ്റെ കയ്യിൽ. ചെറുത്ത് നിന്ന് നോക്കും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ചെറുത്ത് നിന്ന് ജയിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എന്നെ വിട്ടാൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള പണം ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾക്കത് സങ്കല്പിക്കാനേ സാധിക്കില്ല. നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ തുക പറയും. പിന്നെ നിങ്ങൾക്ക് അളന്നു തീർക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഭൂമികളും തരും. ഒരു രാജ്യം തന്നെ തന്നു എന്ന് വരും. നിങ്ങൾ വെറുതെ ഒന്ന് മൂളി തന്നാൽ മാത്രം മതി, ഞാൻ രക്ഷപ്പെട്ടോളാം. അവളെയും കൊണ്ടുപോകാൻ അനുവദിക്കണം. അങ്ങനെ ഒരു കാണിച്ചു പുള്ളി. ക്ലാരയെയും കൊണ്ടുപോകാൻ അനുവദിക്കണം. പക്ഷെ ഇയാൾ നെഞ്ചിന് നേരെ തോക്ക് ചൂണ്ടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കാറിൽ കയറ്റി ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഈ ടൗൺ അടുക്കാറാകുമ്പോൾ ഒരു പെട്രോൾ ബങ്കിനുണ്ട്. ആ പെട്രോൾ ബങ്കിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് 5 വെടിയാണ് നെഞ്ചത്ത്. മറ്റവളെയും ക്ലാരയെയും വെടിവെച്ചിടും. അപ്പോൾ ആളുകൾ കൂടി ഇത് കാണാൻ വലിയ സന്തോഷത്തിൻ്റെ തിമിർപ്പിലാണ്, ആഹ്ലാദ തിമിർപ്പിലാണ്. അപ്പോൾ ഒരു സ്ത്രീ ഒരു തോക്കുമായിട്ട് വന്നിട്ട് ഈ മരിച്ചതിന് ശേഷം വീണ്ടും ഒരു 5 വെടി ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ. ചിലർ ഇത് നിങ്ങളുടെ കൂടെ വന്ന് യുദ്ധത്തിൽ മരിച്ചുപോയ എൻ്റെ മക്കളോടുള്ള എൻ്റെ കടപ്പാട് തീർക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ടവിടെ കെട്ടിത്തൂക്കിയിടും. അപ്പോൾ 2 സ്വേച്ഛാധിപതികൾ, ലോകത്തെ വിറപ്പിച്ച അനേകം കൊലകൾക്ക് കാരണക്കാരായി തീർന്ന 2 സ്വേച്ഛാധിപതികൾ ഇവിടെ അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ നിസ്സഹായരായി, നിരാലംബരായി, സ്വന്തം സൈന്യത്തിൻ്റെയും അംഗരക്ഷകന്മാരുടെയും പോലും സഹായമില്ലാതെ കാലത്തിൻ്റെ നിർദാക്ഷിണ്യമായ നീതി നടത്തിപ്പിൽ ബലിയാടുകളായിത്തീരുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നാം ഈ 2 പേരിലും കാണുന്നത്. ഇത് നമുക്കെടുത്ത് ദുര്യോധനനിലേക്കും ധൃതരാഷ്ട്രരിലേക്കും ചാർത്താം. ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേണ്ടി വന്നാൽ ഞാൻ ഒരു രാജ്യം തന്നെ തന്നുകളയും എന്ന് മുസോലിനി എന്നാണ് അതിൻ്റെ ഇറ്റാലിയൻ ഉച്ചാരണം. മുസോലിനി എന്നാണ് അവർ ഉച്ചരിക്കുന്നത്. നമ്മളാണത് മുസോലിനി എന്നാക്കി. ഒരു രാജ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ കൈക്കൂലിയായി ഇതിനെ എന്നെ വിടുന്നതിന് പ്രതിഫലമായി തരും എന്ന് പറഞ്ഞതുപോലെ അല്ല ദുര്യോധനൻ പെരുമാറിയത്. അവൻ്റെ അരയ്ക്ക് താഴെ തളർന്ന് തുടയലിൽ തല്ലി കഷ്ണം കഷ്ണമാക്കി ഭീമൻ ഒടിച്ചു കളഞ്ഞപ്പോൾ അവൻ കൈകുത്തി പൊങ്ങി നിന്നിട്ട് സിംഹം ഗർജിക്കുന്നത് പോലെ ഗർജിക്കുകയായിരുന്നു. നാണംകെട്ട നിങ്ങൾ ഈ ലോകം ഉള്ളിടത്തോളം കാലത്തേക്കുള്ള ദുർയശസ് സമ്പാദിച്ചു വെച്ച നാണം കെട്ടവന്മാരെ, ഒറ്റയ്ക്കായിപ്പോയ ഒരു ശ്വാസത്തിന് വേണ്ടി ജലസ്തംഭം തീർത്ത് ദൈവായന ഹൃദയത്തിലിരുന്ന എന്നെ കുത്തികളൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ചതിയിൽ എന്നെ തോൽപ്പിച്ച് തല്ലി താഴ്ത്തിടാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? എന്ത് പൗരുഷമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങൾ എൻ്റെ ദാസന്മാരെ പോലെ ജീവിച്ചതല്ലേ? വെറുതെ കൗപീനം കൊടുത്ത് നിങ്ങളെ ഞാൻ 12 വർഷം കാനനത്തിൽ നടത്തിയില്ലേ? എൻ്റെതുപോലെ സുന്ദരമായി അതേപോലെ തന്നെ എല്ലാത്തിൻ്റെയും ആധിപത്യം ഏറ്റെടുത്ത് ഞാൻ ഭരിച്ചതുപോലെ ഈ ഭാരതത്തിലെ സാമന്ത രാജാക്കന്മാരെ ഭരിച്ച ഒരാളുടെ പേര് പറ. എനിക്ക് രാജ്യത്തിന് അവകാശം പോലുമില്ലായിരുന്നു. എന്നിട്ടിപ്പോൾ നാണം കെട്ട ചിരിയും ചിരിച്ച് അധാർമികമായ യുദ്ധത്തിൽ എന്നെ തല്ലി ഒടിച്ച്, എൻ്റെ കാല് തല്ലി ഒടിച്ച് നിങ്ങളിവിടെ ഇട്ടിരിക്കുന്നു. ഈ ദുര്യശസ് നിങ്ങൾക്ക് എന്ന് മാറിക്കിട്ടും. ഞാൻ നല്ല ജനങ്ങൾ
പ്രശംസിക്കത്തക്ക വിധത്തിലുള്ള സമുജ്വല ധീരനായി യുദ്ധഭൂമിയിൽ ചതിത്തല്ലേറ്റ് വീണുകിടക്കുന്നു. എനിക്ക് വീരസ്വർഗം ലഭിക്കും. നാണം കെട്ട പൗരുഷം കെട്ട നപുംസകങ്ങളെ എന്നെ വിളിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭഗവാനുണ്ട് അവിടെ. ഭഗവാൻ ഈ സമയത്ത് ഈശ്വര ചിന്ത ഇതെന്ന് മനുഷ്യന് ശാശ്വത അല്ല, അത്രയും പറയാനുള്ള അവസരം കൊടുക്കണ്ടായിരുന്നു. അപ്പൊ തന്നെ തട്ടിക്കളയാമായിരുന്നു. ഇത്രയും പറയാനുള്ള തട്ടിയിട്ടിരിക്കുകയാണേ, ചാവണ്ടേ. അല്ലെങ്കിൽ പിന്നെ തലക്കടിക്കണം. തലക്കടിച്ച് തല നെരിച്ച് കളയണം. അത് പറയാനൊക്കെ ഇല്ല. ആ നെരിഞ്ഞ തലയും വെച്ചുകൊണ്ട് അവന് സംസാരിക്കാനുള്ള അവൻ സംസാരിച്ചു തീർക്കും. അതാണ് ഈ പിന്നെ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, 1000 ഓരോ തുള്ളി ചോരയിൽ നിന്നും അതാണ് വർഗം. അപ്പൊ അങ്ങനെ വരും. കാരണം കലിയാണ്. കലി അവതരിച്ചിരിക്കുകയാണ്. ഭരിച്ച് മുടിക്കാനായിട്ട് കലി അവതരിച്ചിരിക്കുക. അപ്പം ഈ വ്യത്യാസം, നിങ്ങൾക്ക് ഒരു രാജ്യം കൈക്കൂലി തരാം, എന്നെ വിട്ടയക്കൂ എന്ന് ലെഫ്റ്റനന്റ് കേണലിനോട് പറയുകയാണ്. അങ്ങനെ പറയുന്നത് ആ ഒരു സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ പരാജയപ്പെട്ടിട്ടും കയ്യിൽ കുത്തിനിന്ന് സിംഹത്തിനെ പോലെ ഗർജിക്കുന്നതും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഈ ധൃതരാഷ്ട്രയുടെ കാര്യത്തിൽ അങ്ങനെ ഗർജിക്കുന്നില്ലെങ്കിലും പരാജയം സമ്മതിച്ചുകൊണ്ടല്ല അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അപ്പോഴും പ്രമാണി അദ്ദേഹം തന്നെയാണ്. തൻ്റെ അസ്തിത്വത്തെ സ്ഥാപിച്ചുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ആ അസ്തിത്വത്തിൽ കോട്ടങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇവർ ഭയപ്പെട്ടു പോകത്തക്ക വിധത്തിൽ ഒരു പ്രഖ്യാപനം നടത്തിയതാണ്, ഞാൻ വാനപ്രസ്ഥത്തിന് പോകുന്നു എന്നുള്ളത്.